ഹൽവ വേണോ? ഈ ഹൽവ ഞാൻ തരില്ല. ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയാൽ നിങ്ങൾക്കൊക്കെ ഹൽവ കിട്ടും. അതെല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർക്ക്, അതായത് കന്നി വോട്ടർമാർക്ക് ഹൽവ കൊടുക്കണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യാൻ പോകണം. അത് എല്ലാ ബൂത്തുകളിലും ഒന്നും കിട്ടത്തില്ല, സെലക്ടഡ് ബൂത്തുകളിൽ മാത്രമാണ്. അതുകൊണ്ട് ഇനി ഹൽവ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ആരും അടിയൊന്നും ഉണ്ടാക്കരുത്. ഇനി ഒരു ഹൽവ വിപ്ലവം കൂടി താങ്ങാൻ നമുക്കൊന്നും വയ്യേ. നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ഹൽവ പോയിട്ട് ഒരു ഉലുവ പോലും കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്തൊക്കെ വാഗ്ദാനങ്ങളും എത്ര പ്രചരണങ്ങളും ഓടിയും ചാടിയും ഒക്കെ വോട്ട് ചോദിച്ചിട്ട് ഇതിൽ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ അറിയാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ട വോട്ട് ആരും വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കാതെ എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്യണം. കാരണം വോട്ട് ചെയ്ത് ജയിച്ചതിന് ശേഷം വേണം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റോഡെല്ലാം കുത്തിപ്പൊളിച്ച് അവിടെ ഓട ഉണ്ടാക്കാൻ. ആ ഓട വീണ്ടും കുത്തിപ്പൊളിച്ചിട്ട് വേണം റോഡ് ശരിയാക്കാൻ. ആ റോഡ് വീണ്ടും കുത്തിപ്പൊളിച്ചിട്ട് വേണം നമുക്ക് അവിടെ പൈപ്പ് ലൈൻ ഇടാൻ. ആ കുഴി അങ്ങനെ തന്നെ കിടന്നിട്ട് വേണം നാട്ടുകാർക്ക് അവിടെ വാഴ വയ്ക്കാൻ. ഇതൊക്കെയാണ് ഇവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം. ഒരു പാർട്ടിക്കാരെയും കുറ്റം പറയുന്നതല്ല. ഏത് പാർട്ടി ജയിച്ചാലും അവർ പറയുന്ന വാഗ്ദാനങ്ങൾ, അവർ ജനങ്ങൾക്ക് എന്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് വികസനം സ്വന്തമായി വികസിച്ചാൽ മാത്രം പോരാ. ജനങ്ങൾക്കിടയിലും ഓരോ വ്യക്തിക്കിടയിലും ഉണ്ടാകുന്ന വികസനമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് നമ്മുടെ ഓരോ വോട്ടും അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ കൊടുക്കുക. ഏത് പാർട്ടി എന്നുള്ളതല്ല, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ അന്യദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പോയി കിടന്ന് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടും സ്വന്തം കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ജോലി ചെയ്തുണ്ടാക്കുന്ന സമ്പത്ത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ അധ്വാനത്തിന്റെയാണ്, അല്ലാതെ നമുക്ക് വേറെ ആരും കൊണ്ടു തരുന്നതല്ല. നമ്മുടെ നികുതി പണം കൊണ്ട് നമുക്ക് ചെയ്തു തരുന്ന വികസനങ്ങൾ ചോദിക്കാനും ചോദ്യം ചെയ്യാനും നമുക്ക് റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ആരും മടി പിടിച്ചിരിക്കരുത്. വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കന്നി വോട്ടർമാരുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ആദ്യത്തെ വോട്ടാണ്. ഇനി ഇവരെയൊക്കെ ജയിപ്പിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശമാണ് വോട്ട്. അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യുക. ബുള്ളറ്റിനേക്കാൾ ശക്തമായ ബാലറ്റിൽ വീഴേണ്ടത് നിങ്ങളുടെ ഓരോ വോട്ടുമാണ്. യുവർ വോട്ട്, യുവർ വോയിസ്.